ഹലോ ഗായ്സ്, അപ്പോ ഇന്ന് നമ്മള് കായംകുളത്തോട്ട് പോവാ. അതായത് ഉമ്മാന്റെ അനിയത്തിയല്ലേ ഉമ്മാന്റെ അല്ല ഉമ്മാന്റെ ചേട്ടത്തി, സോറി ഉമ്മ ഏറ്റവും ഇളയത് ഉമ്മാന്റെ ചേട്ടത്തിന്റെ വീട്ടിലോട്ടാണ് ഇന്ന് പോകുന്നത്. നമുക്ക് പോകുന്ന വിശേഷങ്ങൾ കാണാം. നല്ല അടിപൊളി റിവ്യൂ ഒക്കെ കിട്ടിയിട്ടോ പോകുന്ന വഴിക്ക്. ഉമ്മക്ക് ഭയങ്കര സന്തോഷമാ. ഭയങ്കര സന്തോഷമായോ? അജ്മൽ എന്ന് പറഞ്ഞ എന്താണ് നിന്റെ സന്തോഷം? അപ്പൊ കുറച്ച് പാട്ട് കാടും മലയാളം ഹൈവേ. അത് വണ്ണ നേരെ നോക്കി തിരിച്ച് അതുകൊണ്ട് പുള്ളി തെറി വിളിക്കില്ല. നിർത്താം, ഒരു വൈബ് സ്ഥലം കിട്ടില്ലേ? നിർത്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അഞ്ചേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുനലൂര് കഴിഞ്ഞ് പത്തനാപുരം ആവാറ്. വൈബ് കിട്ടാത്തപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾ പാട്ട് എവിടെ ചൂടൊന്നുമില്ല, ഒന്നുമില്ല, വേണ്ട, പൊരിപ്പൊന്നുമില്ല. പൊരിപ്പില്ലാതെ രസമില്ല. ആദ്യത്തെ ചായക്കടയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു ചായക്കടയിലോട്ട് കയറി. ഇവിടെ ആകുമ്പോഴത്തേക്കിന് നല്ല ചായയും അതുപോലെ തന്നെ നല്ല ചൂട് പൊരിപ്പും കിട്ടി ഉമ്മാന്റെ പരാതിയും മര്യാദക്ക് പഠിച്ച് പറഞ്ഞോണം. സീറ്റ് ബെൽറ്റ് ഇടാത്ത നിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. പറമ്മ, ഇവൻ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനെ പറ്റി എന്താ പറയാനുള്ളത്? നിയമം തെറ്റിക്കുമല്ലേ അമ്മാവേ? ആ അതെ, നിയമം തെറ്റിക്കോടാ നീ? തെറ്റിക്കോടാ നീ? നീ പറയടാ, തെറ്റിക്കില്ലടാ നിയമം. അമ്മ ഇവർ രണ്ടുപേരും ഒറ്റയാളാ അമ്മ, നമ്മൾ തമ്മിലാ. അതേ ഉള്ളു. അപ്പൊ ഇനിയിപ്പോ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മള് നേരെ അടിച്ചെടുത്തോട്ട്. അമ്മയുടെ നിർബന്ധ പ്രകാരം മാപ്പിളപ്പാട്ട് ഇടുവാണ് അല്ലേ? കായംകുളം ടച്ച് ആവാറായിട്ടുണ്ട്. ഇനിയിപ്പൊരു 11-10 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. പോകുന്ന നല്ല വ്യൂ ഉള്ളു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുവാന്നാണെങ്കിൽ ഓക്കെ ആണ്. അങ്ങോട്ട് ശരി വിളിക്കത്ര മടി നേരെ പൂപ്പി കേട്ടില്ല. നേരെ കേട്ടില്ല. തലവേദന തുടങ്ങിയോണ്ട് ഞാൻ നേരെ ഉമ്മാന്റെ മടി കിടന്ന് തല നന്നായിട്ട് മസാജ് ചെയ്യിപ്പിച്ചു. അപ്പൊ നമ്മള് കായംകുളത്തെത്തി. നമ്മൾ ഇവിടുത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈവനിങ് ടൈമിൽ അങ്ങോട്ടൊരു ചായയായിട്ട് വന്നിരുന്നു, അല്ലെങ്കിൽ ഒരു കട്ടനുമായിട്ട് വന്നിരുന്നു 17ന്റെ പൂങ്കരള് പാട്ട് വിട്ട് ഇരുന്ന് കഴിഞ്ഞ മോനെ സ്വർഗം. തെങ്ങമ്പാടം കേട്ടോ, മൊത്തം തെങ്ങമ്പാടവും തോട്ടവും കണ്ടവും കണ്ടൽക്കാടുകൾ. മീനും ഉണ്ട്, ഇപ്പൊ കാണുന്നില്ല. എന്റെ ഹൃദയം ഞാൻ നിനക്ക് കൈമാറും. അതൊന്നും പറ്റത്തില്ല, എളുപ്പമുള്ള പരിപാടികൾക്ക് ഞാൻ നിൽക്കും. സംഭവം ഉഷാറാണ് അല്ലേ? ഈ കുറച്ച് വെയിലിന്റെ ചെറിയ പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. തണലോട്ട് നോക്കി നിൽക്കാം. വെയിലായിപ്പോയല്ലോ നിന്നത്. അവിടെ പിന്നെ ഒരു ഷൂട്ടിങ് നടക്കുക.
നമ്മള് തിരിച്ച് വെയിലായോണ്ട് നമുക്ക് വെയിൽ തോന്നിട്ടിറങ്ങാം. വെയിൽ തോന്നില്ലല്ലോ, വെയില് താന്നിട്ടിറങ്ങാൻ വേണ്ടി ഞങ്ങളിപ്പോ വീട്ടിലോട്ട് പോവാ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 89 കിലോമീറ്റർ ഓടി വന്നത്. ഞാനിത് യൂട്യൂബിലിട്ട് ഫേമസ് ആക്കും അമിനു. സോ ഗൈസ്, നമ്മളിപ്പോൾ പത്തായപ്പുരയും അതുപോലെ തന്നെ തട്ടുംപുറവും മച്ചുംപുറവും ഒക്കെ ഉള്ളൊരു വീട് കാണാനാണ് നമുക്ക് കാണിച്ചു തരാം. ദിസ് ഈസ് ദ വീട്. അല്ല, ഇതാണ് വീട്. കണ്ടോ, അത് നമ്മുടെ വണ്ടി. കണ്ടോ, കുടുംബ വീടാണിത്. ആ സൈഡിലാട്ടോ പത്തായപ്പുരയൊക്കെ ഉള്ളത്. ഇതാണ് ഗൈസ്. അതെ, ഇവിടെ ആള് താമസം ഇല്ല. കണ്ട നടുമുറ്റമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സീലിംഗ് ചെയ്തേക്കോട്ടോ ഇപ്പൊ രണ്ടാമത് യൂസ് ചെയ്തോണ്ട് നിന്നായിരുന്നു. ഇവിടുന്ന് തന്നെ അടുത്ത റൂമിലോട്ടുണ്ട്. 2 റൂമാണ് പത്തായിട്ടുള്ളത്. എങ്ങനെയുണ്ട്? പണ്ട് നമ്മൾ വന്ന സമയത്ത് ഇത് യൂസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് നമ്മളിവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇത് ഫുള്ള് തടിയാണ് കേട്ടോ. 50 വർഷങ്ങൾ കുഴപ്പമില്ല, ഒന്നാന്തരം തടിയാണ്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറേ ജനലും ഉണ്ട്. ഇവിടെ ആൾക്കാരൊന്നും സംസാരിക്കുന്ന ഒരു ലിവിങ് റൂം എന്ന രീതിക്കാണ് ഈ സെറ്റപ്പ്. ഈ ഒരു സൈഡ് ഫുള്ള്, അതായത് ഈ 2 റൂം, ഇവിടുത്തെ റൂമും അപ്പുറത്തെ ആ റൂമും, ഇത് രണ്ടും തടിയിലാണ്, പ്യുവർ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒളിച്ചു വിട്ടാൽ ഒന്നാന്തരം കാശ് കിട്ടും. വലിമടുത്ത് വയ്ക്കണം കൊട്ടേഷൻ തിരുവന്നു. സംഭവം ഇതാണ്. സോ ഗൈസ്, ഇതാണ് പത്തായപ്പുര. ഒരാളുടെ മാത്രമാണ്. ഇതേപോലെ ഇതൊക്കെ 3-4 അറയുണ്ട്. അതുപോലെ തന്നെ കുറച്ചറിയും കൂടി ഇവിടെ ഉണ്ട്. സംഭവം തുറക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വിട്ടിരിക്കുന്നു. സോ ഗൈസ്, ആ ഒരു യൂട്യൂബർ റെഡി ആയിട്ടുണ്ട്. വേറൊരു യൂട്യൂബർ റെഡി ആകുന്നുണ്ട്.